ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ചിലർക്കൊന്നും അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അറം പറ്റിയതാണെന്നാ തോന്നുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരം MLA തറവാട്ടിൽ ഭാര്യ എത്തി. പുകിലായിരുന്നു. സംഭവം ജോറായി. തറവാടിന്റെ അടച്ചിട്ടിരുന്ന മുറിയുടെ കതക് തള്ളി തുറന്നപ്പോൾ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. ഭൂമി തന്നെ താണു പോകുമോ എന്നുവരെ ഭാര്യയ്ക്ക് തോന്നി. സ്തംഭിച്ചു നിന്ന അവർ പെട്ടെന്ന് ഉണർന്ന് ബഹളമുണ്ടാക്കി. പക്ഷെ അവരെ പിടിച്ചു വീടിന് പുറത്താക്കി. അവർ സിറ്റ് ഔട്ടിൽ കുത്തിയിരുന്നു. അവരെ MLA മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും MLA ഡ്രൈവർ മർദ്ദിച്ചു എന്നുള്ളത് ശരിയാ. അവരുടൻ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസ് പാഞ്ഞെത്തി. പിങ്ക് പോലീസ് ഉൾപ്പെടെ വന്നു. ഇതറിഞ്ഞ് നാട്ടുകാരും ഓടിക്കൂടിയവരെ പോലീസ് വിരട്ടി ഓടിച്ചു. അപ്പോഴേക്കും ചുറ്റുവട്ടമുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും മഫ്തിയിലും അല്ലാതെയും കൂടുതൽ പോലീസ് എത്തി, വനിതാ പോലീസ് ഉൾപ്പെടെ. അവരെ ശാന്തമാക്കി കേസില്ലാതെ കോംപ്രമൈസിൽ തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. അവരെ അനുനയിപ്പിച്ച് തറവാട്ടിൽ നിന്ന് മാറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാമെന്ന് ഭീഷണി മുഴക്കിയ ഭാര്യയെ അനുനയിപ്പിച്ച് കേസ് ഒഴിവാക്കി ഒത്തുതീർപ്പിലെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ MLA ആളുകൾ വന്ന് എന്നെ തെറി പറഞ്ഞു. ഇപ്പോൾ നേരിട്ട് കാണാനും കേൾക്കാനും അവർക്ക് കഴിഞ്ഞല്ലോ. ഇപ്പോഴെങ്കിലും ബോധ്യമായി കാണുമെന്ന് വിശ്വസിക്കാം. ഈ വാർത്ത അറിഞ്ഞ് മാധ്യമങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ MLA ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ അറിയില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ അവർക്ക് പറയാൻ ബുദ്ധിമുട്ട്. കാരണം അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുക വാർത്ത പുറത്തു പോകരുതെന്ന്. ഏതായാലും ജഗ പുകയായി എന്ന് ചുരുക്കം.